ദേ വീണ്ടും ഒരു കാസർഗോഡ് കണ്ട് മടുത്തെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിടാതെ പോയാൽ അതെനിക്കൊരു വിഷമമാവും. എന്നാലും വെറുതെ കിടക്കട്ടെ. ഈ പൂവിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കശുവണ്ടി, ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പെണ്ണിൻ്റെ അമ്മയാണ് നമ്മളെ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോകുന്നത്. എന്തോരം പണിയുണ്ടെന്നറിയാം വീട്ടിൽ, എന്നിട്ടും നമ്മളെ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയ ഒരു മനസ്സുണ്ടല്ലോ. നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ തിരിച്ചു വരാനായിട്ട് ഇറങ്ങിയ സമയത്താണ് സ്ഥലങ്ങൾ കാണാനൊക്കെ പോയത്. അതുകൊണ്ട് തന്നെ എല്ലാ മേക്കപ്പൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ഇത് അവിടെ ഒരു ഒറ്റപ്പെട്ട വീടല്ല, പണിസാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നൊരു വീടാണ്. കണ്ടോ, ഇവിടുത്തെ മുതലാളിയാണെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ ഒരു കിണർ ഞാൻ കാണിച്ചു തരാമേ. കിണർ ഇങ്ങനെ വീഡിയോയിൽ നോക്കുമ്പോൾ എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ശരിക്കും നോക്കാമെങ്കിലല്ലേ വലിയൊരു കിണറാണ്. ഞാൻ അത്രയും ആഴം കാണുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷെ നല്ല രസമുണ്ട്. അത്രയും സ്ഥലങ്ങളിൽ ആ ഒരു കിണർ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. പിന്നെ കുറേ കവുങ്ങുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറേ കശുവണ്ടിയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ നല്ല വെയിലാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. പിന്നെ മീനും അമ്മയും ഞാനും കാണാം. ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ കളിക്കുന്നതാണെന്ന് തോന്നുന്നു, പിള്ളേർ കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുക. ഇത് ഏറുമാടം. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കണം, നല്ല രസമാണ്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറയുകയാണ്, മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പുല്ലൊക്കെ തളർത്ത് നിൽക്കുന്നതാണ് നല്ല രസമായിരിക്കും. അപ്പം അമ്മ പറയും അങ്ങനെയൊന്നുമല്ല, മഴയായി കഴിഞ്ഞാൽ അവിടെ നിറയെ വെള്ളപ്പൊക്കമായിരിക്കും, നല്ല വെള്ളം വരും. ഇപ്പം എനിക്കിങ്ങനെ അത്ഭുതമാണ്, ഈ പൊക്കത്ത് എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം. അങ്ങോട്ട് പോകാൻ നല്ല രസമല്ലേ, ഈ ഇടവഴി കിടക്കാൻ നടക്കാനും. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, നല്ല രസമുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഒരു വീട്ടിലല്ല എവിടുന്നോ വെള്ളം വീഴുന്ന സൗണ്ട് കിട്ടും. അപ്പം അമ്മ പറഞ്ഞാൽ നമുക്ക് മോട്ടർ നിർത്താമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മീനും അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട്, എന്തോ ഒരു മരം കാണിച്ചു തന്നു. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് തന്നെ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ഗ്രാമകേന്ദ്രം. ഇവിടെ പിള്ളേരൊക്കെ വന്ന് പഠിക്കുമെന്ന് പറഞ്ഞ് അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കലാപരിപാടികളുണ്ട്. നല്ല രസമല്ലേ, പേപ്പറിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ എന്തൊക്കെയോ ആർട്ട് വർക്കുകളും നല്ല രസമുണ്ട്. അതൊക്കെ കണ്ടും കേട്ടും കുറേ ഫോട്ടോയൊക്കെ എടുത്ത് വന്നു. ഇത് പെണ്ണിൻ്റെ വീട്. അവിടെ വന്നപ്പോൾ എല്ലാവരും പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. പിന്നെ കഴിക്കുന്ന തിരക്കിലാണ് കുറച്ച് പേര്. നമ്മുടെ അവൽ നനച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചല്ലേ, അതാണ്. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് കുറച്ച് സെൻറ്റിയൊക്കെ എല്ലാവരും ആയി. പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പം ഇവള് വീഡിയോ എടുക്കുന്നല്ലോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും തിരിച്ച് നടന്നു. ആരെയും കരയാൻ ഞാൻ സമ്മതിച്ചില്ല. ആ സെൻറ്റി എനിക്കിഷ്ടമല്ല. എല്ലാവരും ഇറങ്ങി. പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പന്തലൊക്കെ അഴിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു യൂട്യൂബറിൻ്റെ വീട് കാണിക്കാം. ആ കുട്ടി യൂട്യൂബർ, ആളെ എടുക്കാൻ പറ്റിയില്ല.